കോൺഗ്രസിൽ ചേർന്ന ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഹരിയാനയിലെ ജുലാനയിൽ നിന്നും ജനവിധി തേടും. ഹരിയാനയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദീപക് ബാബറിയെയാണ് തീരുമാനം അറിയിച്ചത്. ബജ്രംഗ് പുനിയയെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനായി നിയമിച്ചു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇന്നാണ് രണ്ടുപേരും കോൺഗ്രസിൽ ചേർന്നത്. റെയിൽവേയിലുണ്ടായിരുന്ന ജോലി രാജിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ട് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. എന്താണ് ഇവരുടെ രാഷ്ട്രീയ തീരുമാനം? ഇവർ രാഷ്ട്രീയമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ടുപേരും സ്ഥാനാർത്ഥികളെന്നാണോ? ഇത് രണ്ടുപേരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. വിനേഷ് ഫോഗട്ട് മാത്രമാണ് മത്സരിക്കുന്നത്. വിനേഷ് ഫോഗട്ട് ഹരിയാനയിൽ ജുലാനിൽ നിന്ന് മത്സരിക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന ചുമതല ജനറൽ സെക്രട്ടറി ദീപക് ബാബറെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ബജ്രംഗ് പുനിയയ്ക്ക് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ ചെയർമാൻ പദവി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരെയും പാർട്ടിയിൽ എത്തിച്ചുകൊണ്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായക നീക്കമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടു തരത്തിൽ ഇവരുടെ പാർട്ടി അംഗത്വം കോൺഗ്രസ് ഉപയോഗിക്കാൻ കഴിയും. ഒന്ന്, നിലവിലത്തെ ഗുസ്തി താരങ്ങളുടെ ഈ ലൈംഗിക അതിക്രമ പരാതിയോട് BJP സ്വീകരിച്ച നിലപാടിനോട് വലിയ വിരോധമാണ് ഹരിയാനയിലെ ജനങ്ങൾക്കുള്ളത്. ഒപ്പം ജാട്ട് വിഭാഗം കഴിഞ്ഞ കുറെ നാളുകളായി BJPയുമായി നിൽക്കുകയാണ്. ഈ രണ്ട് വിഭാഗത്തെയും ഒപ്പം എത്തിക്കാൻ ഈ രണ്ടുപേരെയും പാർട്ടിയിൽ എത്തിച്ചതോടെ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ ഹരിയാനയിലെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിക്കും. എന്താണെങ്കിലും ജുലൈയിൽ നിന്ന് തന്നെ മത്സരിക്കും എന്ന് നേരത്തെ തന്നെ വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ബജ്രംഗ് പുനിയയും മത്സരരംഗത്തുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ. പക്ഷേ ബജ്രംഗ് പുനിയ എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഇല്ല. മറിച്ച് അദ്ദേഹം സംഘടനാ ചുമതലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കിസാൻ കോൺഗ്രസ്, പ്രത്യേകിച്ച് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കർഷക സമരം ഇപ്പോഴും നിരന്തരം കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ തുടരുന്ന ഒരു സ്ഥലമാണ്. അവിടെ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവി, അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയാണ്, വർക്കിംഗ് ചെയർമാൻ എന്ന പദവിയാണ് ഇതിൽ ബജ്രംഗ് പുനിയയ്ക്ക് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് കോൺഗ്രസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഹൈക്കമാൻഡിനുള്ളത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് അഖിലേന്ത്യാ വർക്കിംഗ് ചെയർമാൻ എന്ന പദവി തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരും ദിവസങ്ങളിൽ പ്രചാരണം ചൂടുപിടിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും വിനേഷ് ഫോഗട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രചാരണം മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഒളിമ്പിക്സിൽ പുറത്തായ സാഹചര്യം ഉൾപ്പെടെ തനിക്ക് വിവരിക്കാൻ ഉണ്ട് എന്നാണ് ഇന്നിപ്പോൾ AICC ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് വിനേഷ് ഫോഗട്ട് മറുപടി നൽകിയത്. സ്വാഭാവികമായും അക്കാര്യങ്ങൾക്ക് പറയുമ്പോൾ ഒരുപക്ഷെ BJPയെ കടന്നാക്രമിക്കുന്ന സമീപനമായിരിക്കും വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുന്നു. വിനേഷ് ഫോഗട്ടും ഒപ്പം ബജ്രംഗ് പുനിയയും പാർട്ടിയിൽ എത്തിച്ചുകൊണ്ട് ചതുരമായ നീക്കമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശരി, നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. ഹരിയാനയിൽ നിന്നും മത്സരിക്കുന്നതിന് തീരുമാനമായിരിക്കുന്നു. വലിയ രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ.